നമസ്കാരം. വാർത്തകളുടെ ഒരു പകൽ ആരംഭിക്കുകയാണ്. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ആളിപ്പടരുന്നു. കൊൽക്കത്തയിൽ നൂറുകണക്കിന് പേർ തെരുവിൽ. അടിയന്തര നടപടികൾ വേണമെന്ന IMA. മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവർത്തിച്ച് BJP. വയനാട്ടിൽ ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ. കൂടുതൽ DNA ഫലങ്ങൾ ലഭിച്ചു തുടങ്ങി. മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലും ചാലിയാറിലും തെരച്ചിൽ തുടരും. ഷിരൂർ ദൌത്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം. ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ തീരുമാനമായില്ല. നാളെ ബംഗളൂരുവിൽ ഉന്നതതല യോഗം. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോട്ടയത്തും കോഴിക്കോടും ഇടുക്കിയിലും ജാഗ്രതാ നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായി ഇല്ലം നിറ. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. വാർത്താരംഭത്തിലേക്ക് വിശദമായി. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നലെ രാത്രിയും പ്രതിഷേധവുമായി നൂറുകണക്കിന് പേർ കൊൽക്കത്തയിൽ തെരുവിലിറങ്ങി. അതിനിടെ പ്രതിഷേധം ശക്തമായതോടെ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാൾ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു. ആശുപത്രികളിൽ പ്രത്യേക വിശ്രമ മുറി വേണം. ആശുപത്രികളിൽ സുരക്ഷാ പരിശോധനയും ബ്രത്ത് അനലൈസർ പരിശോധനയും നടത്തണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ. കേസിലെ പ്രതി സഞ്ജയ് ഘോഷിനെ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയനാക്കും. രാകേഷ് ആയിരുന്നു വിവരങ്ങളുമായി. രാകേഷ്, പേരിന് ചില നടപടികൾ എന്നുള്ള തരത്തിലാണോ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്? ഈ പ്രതിഷേധം മുന്നിൽ കണ്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് മമതാ ബാനർജി കടക്കുമോ? എൽദോ, കൊൽക്കത്തയിലെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. കൊൽക്കത്തയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധമുണ്ട്. ഇന്നലെ 24 മണിക്കൂർ പ്രതിഷേധത്തിലായിരുന്ന ഡോക്ടർമാർ അതിനുശേഷം ഇന്നലെ രാത്രിയും ഏറെ വൈകിയും കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒക്കെ തന്നെ പ്രതിഷേധം തുടർന്നു. ഗതാഗതമടക്കം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പാതകളൊക്കെ തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു കൊൽക്കത്ത നഗരത്തിൽ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തത്. ഏതായാലും പ്രതിഷേധം ഇന്നും തുടരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഈ പ്രതിഷേധങ്ങൾ തടയുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത 7 ദിവസത്തേക്കാണ് ഇത്തരത്തിലൊരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, കൊൽക്കത്തയിലെ സാഹചര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരും സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് 2 മണിക്കൂർ കൂടുമ്പോൾ നിലവിലെ സാഹചര്യം സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ സംസ്ഥാന പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രവും ഈ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസവും കോളേജ് പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ ബലാത്സംഗത്തിനായി കൊല്ലപ്പെട്ട ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ വീക്കിലി റോസ്റ്റർ അടക്കം ഹാജരാക്കാൻ നിർദ്ദേശം ഇപ്പോൾ പ്രിൻസിപ്പലിന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് നടപടികളിലേക്ക് കൂടി ഇപ്പോൾ CBI ഈ ഘട്ടത്തിൽ കടക്കുന്നുണ്ട്. പ്രതിയെ സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ CBI എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, നുണ പരിശോധന കൂടി നടത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം കുടുംബാംഗങ്ങൾ ആദ്യം മുതൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയ്ക്കല്ല പ്രതി ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടുപ്രതികളുണ്ട്, മറ്റുള്ളവരുടെ സഹായം ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണം കുടുംബം ആദ്യം മുതൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനത്തിലേക്ക് CBI എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം
തന്നെ കോടതിയിൽ അപേക്ഷ നൽകും എന്നാണ് ഇപ്പോൾ CBI വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലേക്ക് ഒരു സംഘം ഇരച്ചുകയറുകയും ആക്രമണം നടത്തുകയും ആശുപത്രി തകർക്കുകയുമൊക്കെ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 76 പേരുടെ ഫോട്ടോകൾ നേരത്തെ പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇതിൽ 30 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ്. അതിൽ തന്നെ പലരും വിദ്യാർത്ഥികളാണ് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പ്രതിപക്ഷമാണ്, പ്രത്യേകിച്ച് CPM പ്രവർത്തകർ ആണ്, BJP പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന ആരോപണമൊക്കെ സംസ്ഥാന സർക്കാർ മമതാ ബാനർജി ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അങ്ങനെയല്ല ഇപ്പോൾ അറസ്റ്റ് നടക്കുമ്പോൾ അതിൽ കൂടുതൽ പേരും തൃണമൂൽ പ്രവർത്തകരാണെന്ന സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഏതായാലും വലിയ പ്രതിഷേധം പലയിടങ്ങളിലും നടക്കുന്നു. കൊൽക്കത്തയിൽ പ്രത്യേകിച്ച് ശക്തമായ പ്രതിഷേധം നടക്കുന്നു. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം നടക്കുന്നു. മാത്രവുമല്ല, നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് IMA. ഏതായാലും സംസ്ഥാന സർക്കാർ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന രീതിയിൽ ഇപ്പോൾ ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് ആശുപത്രിയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണം. മാത്രവുമല്ല, വനിതാ വോളണ്ടിയർമാരെ രാത്രി ആശുപത്രികളുടെ സുരക്ഷാ ചുമതലയുടെ ഭാഗമായി വനിതാ വോളണ്ടിയർമാരെ നിയോഗിക്കും. മാത്രവുമല്ല, വിശ്രമമുറി വേണം, അതിന് ടോയ്ലറ്റ് സൗകര്യം വേണം തുടങ്ങി ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രവുമല്ല, പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആപ്പ് ഇതിനോടകം തന്നെ പുറത്തിറക്കുമെന്നും കൂടി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ ഏതായാലും കൊൽക്കത്തയിൽ തുടരുകയാണ്. എൽദോ, രാകേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടല്ലോ അവിടെ ബംഗാൾ സർക്കാർ നേരിടുന്നത്. ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണം? രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് BJP ഉൾപ്പെടെ. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ എന്തായിരിക്കും മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന്? തീർച്ചയായും എൽദോ, വലിയ പ്രതിരോധത്തിലാണ് മമതാ ബാനർജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ മമതാ ബാനർജി 2011 മുതൽ ബംഗാളിൽ അധികാരത്തിലിരിക്കുന്നതാണ്. ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ ശക്തമായ ഈ രീതിയിൽ വലിയ പ്രതിരോധത്തിലായത് ആദ്യമായിട്ടായിരിക്കാം. ഏതായാലും അതിനെ ചെറുക്കാനുള്ള നീക്കമായി വേണം ഇപ്പോഴുള്ള ഈ നടപടികളൊക്കെ തന്നെ വിലയിരുത്താൻ. അതായത് സ്ത്രീ സുരക്ഷ ഉയർത്തിക്കൊണ്ടൊരു പദ്ധതിയാണ് ഇപ്പോൾ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അക്കാര്യങ്ങൾ ഒരു വശത്ത് മമതാ ബാനർജിയുടെ ഭാഗത്ത് നടക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം മമതാ ബാനർജി തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത് കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ പോലീസ് ഉള്ളത്. മാത്രവുമല്ല, അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി പ്രതിക്കൂട്ടിലായിരിക്കുന്നു. സംസ്ഥാന സർക്കാർ തന്നെ ഇതിൽ ഒളിപ്പിക്കാൻ എന്തോ ഉണ്ട് എന്ന ആരോപണം ആദ്യം മുതൽ പുറത്തു വന്നിരുന്നു. അതായത് ചില തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആരോപണം ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലെല്ലാം തന്നെ പ്രതിരോധത്തിലാകുന്ന സംസ്ഥാന സർക്കാരാണ്. ഏതായാലും അതിനെ ചെറുക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് മമതാ ബാനർജിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് മമതാ ബാനർജി തന്നെ, തൃണമൂൽ കോൺഗ്രസ് തന്നെ ഈ ആശുപത്രിയിലേക്ക് ആക്രമണം നടത്തിയത് പ്രതിപക്ഷമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയല്ല. ഭൂരിഭാഗം പേരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കും തൃണമൂൽ കോൺഗ്രസ് ആണ് എന്നതാണ്. അത് തീർച്ചയായും മമതാ ബാനർജിയെയും തൃണമൂലിനെയും സംസ്ഥാന സർക്കാരിനെയും വെട്ടിലാക്കുന്നത് തന്നെയാണ്. ഏതായാലും മുഖം രക്ഷിക്കൽ നടപടി സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. എൽദോ, റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ബംഗാളിൽ അവിടെ പ്രതിഷേധം അത് ശക്തമാണ്. രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നു ഡോക്ടർമാർ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായിട്ടുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വമാണ്. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ ഇനി തെരച്ചിൽ പുനരാരംഭിക്കൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. അതേസമയം ഇതിനായി 1 കോടിയോളം രൂപ ചെലവ് വരും. ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും രൂപ ചെലവഴിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും കർണാടക സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുമാണ് ജില്ലാ കളക്ടർ കുടുംബത്തെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുന്നതിനായി നാളെ ബംഗളൂരുവിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കാനുള്ള നീക്കവും സജീവമാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവം വഴിതിരിയുന്നതായി സൂചന. ആരോപണ വിധേയനായ ബാങ്കിലെ മുൻ മാനേജർ മധു ജയ്കുമാർ താൻ ഒളിവിലല്ല എന്നും അവധിയിലാണെന്നും വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്നും സോണൽ മാനേജർ അടക്കമുള്ളവർക്ക് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ടെന്നും സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു. ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മാനേജറായിരുന്ന തമിഴ്നാട് സ്വദേശി മധുജയകുമാർ തട്ടിയെടുത്തെന്നായിരുന്നു ആരോപണം. എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നാണ് മധുജയകുമാർ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. ചെയ്യാത്ത തെറ്റിന് നായയെപ്പോലെ അലയുകയാണെന്ന് സന്ദേശത്തിൽ പറയുന്നു. പിതാവിന് സുഖമില്ലാത്തതുമൂലമാണ് അവധിയെടുത്തത്. ഇത് സംബന്ധിച്ച് ഒഫീഷ്യലായി മെയിൽ ചെയ്തിരുന്നു. സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിൽ സ്വർണം പണയം വെച്ചത്. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു ഇത്.
1 വർഷം മുമ്പ് സോണൽ മാനേജറാണ് ഇവരെ പറഞ്ഞുവിടുന്നത്. എല്ലാ ബ്രാഞ്ചുകൾക്കും ഈ നിർദ്ദേശം നൽകിയിരുന്നു. 8% പലിശയ്ക്ക് അഗ്രികൾച്ചറൽ ലോണായാണ് പണയം. എൻ്റെ പേരിലാണ് ആ ഗോൾഡ് ലോണിൻ്റെ പലി മൊത്തം ഉള്ളത്. ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. ആക്ച്വലി അവർ പറയരുത് ഞാൻ 1 മാസം അബ്സ്റ്റാൻഡിങ് അങ്ങനെ. പക്ഷേ ഞാൻ ലീവ് എടുത്തിട്ടാണ് ഞാൻ വടകരയിൽ നിന്ന് പോയത്. ലീവ് എടുത്തിൻ്റെ കാരണം എൻ്റെ അച്ഛനക്ക് സുഖമില്ല, പിന്നെ എനിക്ക് സുഖമില്ല, പിന്നെ എനിക്ക് ഡെങ്കു ഫീവർ വന്നു. അതിൻ്റെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ ഒவ்வொரு ലീവും ഞാൻ അഫീഷ്യലായിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ആ 1 മാസം എവിടെയും അബ്സ്റ്റാൻഡ് ആയിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ 5-ാം തീയതി ലീവ് എടുത്ത് പോയത്. ലീവ് എടുത്ത ശേഷം അത്ര ഹരിപരിയായിട്ട് ഞാൻ അവിടെ നിന്ന് റിലീവേ ആയിട്ടില്ല. ഞാൻ ചെയ്യാതെ തെറ്റിക്ക് ഞാൻ നായ പോലെ ഇങ്ങനെ അളയി വയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, വടകരയിലുള്ള എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം ഞാൻ എത്ര ഒരു പെർഫോമൻസ് ചെയ്ത മാനേജറിന്. എൻ്റെ ലൈഫ് സേവ് ചെയ്യണം പ്ലീസ്. ഈ ഗ്രൂപ്പിന്റെ സ്വർണം ആദ്യം പണയം വെച്ചത് മലപ്പുറം ബ്രാഞ്ചിലാണ്. മഞ്ചേരി, വടകര, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, താമരശ്ശേരി ബ്രാഞ്ചുകളിലും ഇവർക്ക് ഗോൾഡ് ലോൺ ഉണ്ട്. എന്നാൽ ബാങ്ക് നിയമപ്രകാരം ഇവർക്ക് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കാൻ പാടില്ല. സോണൽ മാനേജർക്കും നിലവിലെ ബ്രാഞ്ച് മാനേജർക്കുമെതിരെ മതജയകുമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം 17 കോടി രൂപയുടെ 26 കിലോ സ്വർണം തിരിമറി നടത്തിയെന്ന കേസിൽ വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വീഡിയോ സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. ന്യൂസ് 18 വടകര. കപ്പലിൽ നിന്ന് കാണാതായ മകനെ കണ്ടെത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു. ഒഡീഷയിൽ നിന്നും ചൈനയിലേക്ക് പോയ ചരക്ക് കപ്പലിലെ ട്രെയിനിയായ മകൻ വിഷ്ണുവിനെ യാത്രയ്ക്കിടെ കാണാതായത് ജൂലൈ 17-നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എങ്ങു നിന്നും ഉണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് കുടുംബം. ഷിരൂരിൽ നിന്ന് കാണാതായ അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അർജുന്റെ കുടുംബത്തോടൊപ്പം നിന്നു. എന്നാൽ സമാന സാഹചര്യത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും കുടുംബവും ആലപ്പുഴയിലുണ്ട്. നമ്മളോടൊപ്പം അവർ ചേരുകയാണ്. കഴിഞ്ഞ 17-ന് മലാക്ക സ്റ്റേറ്റിൽ വെച്ച് കപ്പലിൽ നിന്ന് കാണാതായ വിഷ്ണുവിൻ്റെ അച്ഛൻ ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ കുടുംബം വലിയ വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി കിട്ടേണ്ട ഒരു പരിഗണനയും അവർക്ക് കിട്ടിയില്ല എന്ന് അവർ കണ്ണീരോടെ നമ്മളോട് പറയുകയാണ്. ആ സാഹചര്യങ്ങളൊന്ന് കേൾക്കാം. ഒന്ന് വിശദീകരിക്കാമോ ആ സംഭവത്തെക്കുറിച്ച്? എൻ്റെ മകന് കപ്പലിൽ നിന്ന് കാണാതായിട്ട് ഇന്നേക്ക് 31 ദിവസമായി. 1 മാസം പിന്നിട്ടു. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് വൈകിട്ട് 9:45 വരെ എന്നെയും അമ്മയെയും അവൻ മാറി മാറി വിളിച്ചതിന് ശേഷമാണ് അവനെ കാണാനില്ല എന്നുള്ള നിലയിൽ കപ്പലധികാരികൾ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറയുന്നത്. രാവിലെ 8 മണിക്ക് 18-ാം തീയതി രാവിലെ 8 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് ഹാജരായില്ല എന്നും അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല എന്നും അവനെ കണ്ടെത്താനുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണെന്നും ഉള്ള വളരെ ഞെട്ടിക്കുന്ന വേദനാജനകമായ ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് കേട്ടത്. ഈ സ്ഥലം ഒന്ന് പറയാമോ? എവിടെ, ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാം. ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും അതിർത്തിയിലുള്ള മലാക്ക എന്ന് പറയുന്ന സ്ട്രേറ്റിൽ വെച്ചാണ്, മലാക്ക സ്റ്റേറ്റിൽ വെച്ചാണ് ഇവൻ കടലിൽ പതിച്ചതെന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ, കപ്പൽ അധികാരികൾ ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? കപ്പലിലെ ജീവനക്കാർ നിങ്ങളെ ബന്ധപ്പെട്ട് പറയുമ്പോൾ വിഷ്ണുവിനെ ഏറ്റവും ഒടുവിലായി കണ്ടത് എപ്പോഴാണെന്നാണ് പറയുന്നത്? അതിനൊക്കെ ഒന്ന് പറയൂ. 17-ാം തീയതി 9:45 ശേഷം അവനെ കാണാനില്ല എന്നുള്ള നിലയിലാണ് കപ്പൽ അധികാരികൾ, കപ്പൽ ജീവനക്കാരും ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ 9:45 വരെ അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് എന്നോടും അതിനുശേഷം അമ്മയോടും സംസാരിച്ചത്. അവൻ മിക്കവാറും അവൻ്റെ വികാരങ്ങളൊക്കെ, അവൻ്റെ സങ്കല്പങ്ങളൊക്കെ, പ്രതീക്ഷകളൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. അന്നും അവൻ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു 8 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരും, വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് എങ്ങനെയാണ് ഇവൻ മിസ്സാകുന്നത് എന്നുള്ളത് അവിശ്വസനീയമായിട്ടാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം 8 മണിക്കാണ് അവനെ കാണാനില്ല എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കപ്പലധികാരികൾ പോലും പറയുന്നില്ല. മിസ്സിംഗ് ആണെന്ന് മാത്രമാണ് അവർ പറയുന്നത്.
രണ്ട് രാജ്യത്തിന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടെയും പരിമിതികൾ ഉണ്ടായല്ലേ? അവിടെ പരിമിതികളുണ്ടായി. ഇപ്പോൾ കപ്പലിൻ്റെ ഓണർഷിപ്പുള്ള കക്ഷി ഈ രണ്ട് രാജ്യങ്ങളിലും പരാതി കൊടുക്കുകയുണ്ടായി. ഞങ്ങളുടെ കപ്പലിൽ നിന്ന് വിഷ്ണു ബാബു എന്ന് പറയുന്ന സെയിലറെ കാണാതായിരിക്കുന്നു, അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തിട്ട് രണ്ട് രാജ്യക്കാരും അത് പരാതി പോലും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്കങ്ങനെയാണ്. ഒരു മാസമായി നിങ്ങൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി, കേരള സർക്കാരിന് പരാതി നൽകി. എന്തായിരുന്നു നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? കളക്ടർക്കാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. അന്നേ ദിവസം തന്നെ SP-ക്കും തുടർന്ന് മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും, അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഇതുവരെ ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഈ കുടുംബത്തെ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഒരു ഫോൺ കോൾ പോലും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, കളക്ടറേറ്റിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ടില്ല എന്നുള്ളത് വല്ലാത്ത സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, വേദനയാണ് ഉണ്ടാക്കുന്നത്. ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് അന്വേഷണം നടന്നിട്ടേ ഇല്ലെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ രേഖാമൂലമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, ഇത് സംബന്ധിച്ച് നിങ്ങളോട് തേടാൻ ആരും വന്നിട്ടില്ലല്ലോ അല്ലേ? ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചെന്ന് പോലും തിരക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഷിപ്പിംഗ് ഡയറക്ടർക്കും പരാതി കൊടുത്തിരുന്നു. അവിടുന്നും ഒരു ഫോൺ കോളോ ഒരു അറിയിപ്പോ എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലൊരു പൗരനെ നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തത്തോടു കൂടി അതിലെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗൗരവവും എൻ്റെ മകൻ്റെ മിസ്സിങ്ങിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആരും തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഞങ്ങൾക്ക് സഹായകരമായ ചേർത്ത് പിടിക്കുന്നൊരു മനോഭാവം കേരളത്തിലെ പ്രതിപക്ഷം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ആരും തന്നെ, ഭരണ പ്രതിപക്ഷങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് സഹായകരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടി സ്മരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഷിരൂരിലെ അർജുനായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഘട്ടത്തിൽ അത് കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ പോയിരുന്നു എന്നും പറയുന്നുണ്ട് അല്ലെ? അത്തരത്തിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. അതെ, 2-3 ദിവസത്തേക്ക് ഞാൻ വളരെ മാനസികമായി ഡൗൺ ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ വാർത്തകൾ വെക്കുമ്പോഴത്തേക്ക് അർജുനൻ്റെ തിരച്ചിലിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അർജുനെ കിട്ടണേ, കാരണം ഒരു പിതാവിൻ്റെ വേദന, മകൻ നഷ്ടപ്പെട്ടതിലുള്ള, മകനെ കാണാത്തതിലുള്ള വേദന വളരെയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ അധികാരികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും അർജുനൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ ഒരു വിഷമവും എനിക്കില്ല. പക്ഷേ എന്നെ, എൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ, ഒരു സാന്ത്വന വാക്ക് പറയാൻ പോലും, ഒന്ന് അന്വേഷിക്കാൻ പോലും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ പ്രതിപക്ഷമോ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ഒരു പ്ലാൻ? നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ എങ്ങനെ തുടരാനാണ്? അധികാരികളിലെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു, നിങ്ങളുടെ അവകാശമാണ്, മകൻ്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു കുടുംബത്തിൻ്റെ, മാതാപിതാക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇനി അവസാനം ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഹൈക്കോടതിയിൽ നിന്നേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി തിങ്കളാഴ്ച സമർപ്പിക്കുകയാണ്. അതിലൂടെ ഈ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും നീതി കിട്ടും എന്നുള്ള വിശ്വാസമാണ്. ഇനിയെങ്കിലും അവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത് തീർത്തും ന്യായം തന്നെയാണ്. കാരണം തൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ പിതാവിനുണ്ട്. അത് അത്തരത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ആ
കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നെങ്കിലും ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്താനായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കളക്ടറേറ്റിൽ പരാതി നൽകി. കളക്ടറേറ്റ് മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക്, കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു സർക്കാർ ഓഫീസിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളത് ആണ് വസ്തുത. അതിനെതിരെ കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി വളരെ കുറഞ്ഞ സമയം മാത്രമേ ആയുള്ളൂ വിഷ്ണു ജോലിയിലേക്ക് കടന്നിട്ട്. ഈ കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആണ്, ഒരു മകനാണ്. ആ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ട, അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അറിയേണ്ട അവകാശം ഈ അമ്മയ്ക്കും അച്ഛനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിൽ കോടതി വഴിയെങ്കിലും അത് നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാം. കടുത്ത പ്രതിഷേധം ഈ കുടുംബത്തിന് ഉണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്താരംഭം തുടരുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലും ചാലിയാർ പുഴയുടെ തീരത്തുമാണ് പരിശോധന നടക്കുക. 119 പേരെ ഇനി കണ്ടെത്താനുണ്ട്. വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, ഈ തെരച്ചിലിന്റെ ഒരു വേഗം എങ്ങനെയാണ്? എത്രമാത്രം ആളുകൾ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ദൗത്യത്തിൽ, തെരച്ചിൽ എന്നുള്ള ദൗത്യത്തിൽ? ഒപ്പം ചാലിയാറിലെ തെരച്ചിലും എങ്ങനെ പുരോഗമിക്കുന്നു? എൽദോ, തെരച്ചിൽ ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഊർജിതമായ ഒരു തെരച്ചിൽ എന്തായാലും നടക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്ന പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിൽ അങ്ങനെ ഊർജിതമായ ഒരു തെരച്ചിൽ നടക്കുന്നില്ല. എന്തായാലും ഈ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തി മാത്രമാണ് ഈ ഭാഗങ്ങൾ പ്രധാനമായും നടക്കുന്നത്. അതേസമയം ഈ പരപ്പൻപാറ, മീൻമുട്ടി, അതുപോലെ തന്നെ ചാലിയാറിൻ്റെ ചില ഭാഗങ്ങൾ, ചാലിയാറിലേക്ക് പ്രധാനമായും ഈ മീൻമുട്ടി വെള്ളച്ചാട്ടമെല്ലാം ചാലിയാറിലേക്കാണ് എത്തുന്നത്. ഒപ്പം തന്നെ പരപ്പൻപാറ ഭാഗവും അങ്ങനെ തന്നെയാണ്. ആ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായി, ആ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതലായി ശരീരാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന തെരച്ചിൽ സംഘം. എന്തായാലും ചാലിയാറിലൂടെ ആണ് കുറേ മൃതദേഹങ്ങൾ പോവുകയും കണ്ടെത്തുകയും ഒപ്പം തന്നെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തെരച്ചിൽ കൂടുതൽ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ പുനരധിവാസം, അതായത് ഇതിൽ വീടും മറ്റും നഷ്ടപ്പെട്ട ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പുനരധിവാസം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഒരുപക്ഷേ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യണം ആളുകളെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു സർക്കാർ അതിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ആവശ്യം തന്നെയാണ് പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ടൗൺഷിപ്പ് പോലെ തന്നെ അത് സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ള വെല്ലുവിളിയുണ്ട്. അത് ഈ മന്ത്രിതല ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ ആ തരത്തിലേക്ക് പോവും. കാരണം അതിനാവശ്യമായ സ്ഥലം, സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആവശ്യത്തിനുള്ള ഫണ്ടും നീക്കിയിരിപ്പ് വേണം ഇങ്ങനൊരു സംവിധാനത്തിന്. അപ്പോൾ കൂടുതൽ സ്പോൺസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഒപ്പം തന്നെ സംസ്ഥാന ബാങ്ക് അവലോകന സമിതി നാളെ ചേരുന്നുണ്ട്. കാരണം ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ അല്ലെങ്കിൽ അവിടെ അതിനെ ബാധിച്ച ആളുകളുടെ വായ്പകൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം നാളെ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സംഘം എത്തിയേക്കുമെന്നൊരു വിവരമുണ്ട്. കാരണം ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു പഠനം ഇതിൽ നടന്നിട്ടില്ല. അതായത് ഉരുൾപൊട്ടലിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ശാസ്ത്രീയ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘം, കേന്ദ്ര സംഘം അടുത്ത ദിവസം തന്നെ എത്തിയേക്കും എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. വിനേഷ്, ഒപ്പം തന്നെ ഈ വയനാട് ഉരുൾപൊട്ടലിൽ തെരച്ചിൽ പുരോഗമിക്കുമ്പോഴും അവിടുത്തെ നമ്മുടെ പുനരധിവാസമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ആ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഏത് ഘട്ടത്തിലായി എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അവർ എപ്പോഴും എത്ര നാൾ അവർക്കിങ്ങനെ തുടരാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ. അതിനുള്ള ഒരു വേഗത ഉണ്ടാകുന്നുണ്ടോ ഈ പുനരധിവാസത്തിൽ? എൽദോ, തൽക്കാലത്തേക്ക് അവർക്ക് വാടക വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വാടക വീട് സ്വന്തം നിലയ്ക്ക് കണ്ടെത്താൻ വേണ്ടിയാണ് സർക്കാർ പറയുന്നത്. അതിന് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള വാടക വീടുകൾ കണ്ടെത്തുന്നുണ്ട്. അവിടെ 6000 രൂപ വാടകയായി, മാസവാടകയായി സർക്കാർ നൽകാമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇപ്പോൾ ക്യാമ്പിലുള്ള പല ആളുകളും ഇത്തരത്തിൽ വാടക വീട്ടിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത്
നല്ല കാര്യമാണ്. കാരണം ആളുകൾക്ക് ആവശ്യമായ ഫർണിച്ചറും മറ്റും അതായത് യൂസ്ഡായ ഫർണിച്ചറുകൾ വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളും എല്ലാം തന്നെ ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് ആവശ്യമായ വീടുകളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ മാത്രമല്ല ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്യാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ക്യാമ്പിൽ നിന്ന് ആളുകൾ മിക്ക ആളുകളും ക്യാമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് അവർ വാടക വീട് കണ്ടെത്തിയിരിക്കുന്നു. പ്രധാനമായും മേപ്പാടി പഞ്ചായത്തിലാണ് ഇപ്പോൾ ദുരന്തമുണ്ടായിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളായ മൂപ്പൈനാട് പഞ്ചായത്തിലും അമ്പലവയൽ പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളാണ് പ്രധാനമായും ഇത്തരത്തിൽ വാടക വീടുകളിലേക്ക് ആളുകൾ മാറുന്നത്. കാരണം ടൗൺഷിപ്പ് ഒരുപക്ഷേ ഇനി ആ ചൂരൽമലയിലോ അല്ലെങ്കിൽ മുണ്ടക്കയിലോ അവർക്ക് താമസിക്കാൻ താമസയോഗ്യമല്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സർക്കാർ ഇനി അവിടെ നിന്ന് അവരെ റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ 3 പഞ്ചായത്തിൽ എവിടെയെങ്കിലും അതിനാവശ്യമായൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ എൽദോ ഇതുവരെ 119 പേരെയാണ് ഇനി തിരിച്ചറിയാനുള്ളത്. 128 പേരായിരുന്നു. 401 DNA ഫലങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ 119 പേരാണ് ഇനി തിരിച്ചറിയാനുള്ളത്. അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് മാത്രമാണിത്. അനൗദ്യോഗിക കണക്ക് ഒരു പക്ഷേ ഇതിൽ എത്രയോ കൂടുതലായിരിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെയൊന്നും കണക്കുകൾ ഇതിൽ വരുന്നില്ല. ആ വാർഡിൽ താമസിക്കുന്ന പഞ്ചായത്ത് രേഖകളിലുള്ള ആളുകളുടെ കണക്കുകൾ മാത്രമാണ്. എന്തായാലും ഈ ഇതുവരെ ഓഗസ്റ്റ് 14 വരെ 401 DNA പരിശോധനകളുടെ ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഫലങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ശരീരാവശിഷ്ടങ്ങളും മൃതദേഹങ്ങളിലും നടത്തിയിരിക്കുന്ന DNA അനുസരിച്ചാണ് ഈ ഒരു കണ്ടെത്തൽ. എന്തായാലും ഇപ്പോൾ 119 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇനി അതിനുള്ള ഒരു തെരച്ചിലാണ് പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും അത്ര ഊർജിതമായുള്ളൊരു തെരച്ചിലല്ല. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തെരച്ചിൽ അത്ര ഊർജിതമാകാത്തതായിരിക്കാം. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും തെരച്ചിലുണ്ടാവും. എന്തായാലും ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലത്ത് കാര്യമായൊരു തെരച്ചിലില്ല. തിരച്ചിലുള്ളത് ചാലിയാർപ്പുഴയുടെ തീരങ്ങളിലും നിലമ്പൂർ വനമേഖലയിലും. ഓക്കെ, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് അവിടെ തെരച്ചിൽ എന്നും തുടരുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വയനാട് ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആന ഫാൻസ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത്. കഴിഞ്ഞ 13 വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനും ചുറ്റുമായി കറങ്ങുന്ന ഒരു സംഘം ആരാധകരുണ്ടായിരുന്നു. ശ്രീരാമജയം എന്ന പേരിലുണ്ടായിരുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള കൈകോർക്കലായി. ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വടകര വിലങ്ങാട് നിന്നിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാം നശിച്ചു പോയി, പ്രളയം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാം നടക്കുന്ന ഒരാളുടെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ താൽക്കാലികമായിട്ടൊരു സഹായം ചെയ്തു. അവിടെ പോയിട്ട് കുറച്ച് ക്യാഷായിട്ടും കുറച്ച് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് നമ്മൾ അസോസിയേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരാശയം വന്നതിന് ശേഷം അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ കൂട്ടായ്മ സമാഹരിച്ചു നൽകി. നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന 1,01,000 രൂപ. തീർച്ചയായും അത് ഗവൺമെന്റിന് വേണ്ടി ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു. രാമനെ ചങ്കും ചങ്കിടുപ്പുമായി കൊണ്ടു നടക്കുന്ന 400-ലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു ശ്രീരാമജയം രാമൻ ഫാൻസ്. 2019 ഇതുപോലെ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ അവർ സമാഹരിച്ചിട്ട്, അതായത് ഈ ഗ്രൂപ്പ് സമാഹരിച്ച ഒരു 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അന്ന് ആനയുടെ തന്നെ ലോറിയിൽ അന്ന് വയനാട് കൊണ്ട് എത്തിക്കുകയുണ്ടായി. അതിനുശേഷം പല കാര്യങ്ങൾക്കും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ശരി, ആനയെ സംബന്ധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ തമ്മിൽ പൈസ സ്വരൂപിച്ച് തരുന്നതിനും എല്ലാതും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശ്രീരാമജയം ഗ്രൂപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിൽ തലയെടുപ്പോടെ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. രാവിലെ 6:18-നും 7:45-നും ഇടയിലായിരുന്നു മുഹൂർത്തം. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറായതിനാൽ നിരവധി വിവാഹങ്ങളും ഭക്തജന തിരക്കും അനുഭവപ്പെട്ടു.
രാജു ഗുരുവായൂർ ചേരുന്നൊരു വിവരങ്ങളുമായി. രാജു, വലിയ ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെയാണോ ഗുരുവായൂരിലേക്ക്? എൽദോ, അതീവ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ ആദ്യ അവധി ദിവസമായതിനാൽ നിരവധി വിവാഹങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇല്ലനിറയും വന്നതോടെ അതീവ തിരക്കാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്നത്. പൊന്നിൻ ചിങ്ങമാസത്തിൽ പുന്നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇല്ലനിറ. നാടിന് സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ പുണ്യപുരാതന കാലം മുതൽ വിളവുകൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങാണ് ഈ ഇല്ലനിറ. ഇന്ന് രാവിലെ 6:18 മുതൽ 7:54 വരെയായിരുന്നു ചടങ്ങുകൾ നടന്നത്. കിഴക്കേ നടയിൽ ഗോപുര ദീപസ്തംഭത്തിന് താഴെ ശുദ്ധീകരിച്ച തറയിൽ നാക്കിലകൾ നിരത്തിവെച്ച് അതിനുശേഷം ഈ കീശാന്തിമാർ തലയിലേറ്റി ഈ കതിർക്കറ്റകൾ കൊടിമരച്ചുവട്ടിൽ എത്തിച്ചാണ് പൂജ നടത്തിയത്. പൂജ നടത്തിയ ശേഷം അതിൽ പ്രസാദമായി ഈ കതിർക്കറ്റയുടെ നെൽമണികളാണ് പ്രസാദമായി ഭക്തർക്ക് നൽകുക. എന്നാൽ ഇപ്രാവശ്യം കൊടിമരച്ചുവട്ടിൽ വെച്ച് രാജു ഗുരുവായൂരിൻ്റെ ടെലിഫോൺ ലൈനിൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും അവിടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. നിരവധി വിവാഹങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ആദ്യ ഞായറാണ് ചിങ്ങമാസത്തിലെ. അതിന് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. ദ ന്യൂ ഇന്ത്യൻ ടൈംസ് സൗത്ത് ഇന്ത്യ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 കേരളത്തിന് 4 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ് മികച്ച വാർത്താ അവതാരക. മികച്ച ക്രൈം റിപ്പോർട്ടർ വിഭാഗത്തിൽ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനാണ് പുരസ്കാരം. സീനിയർ റിപ്പോർട്ടർ നവമി ദിനേശിനെ മികച്ച എന്റർടൈൻമെന്റ് റിപ്പോർട്ടറായും ക്യാമറാമാൻ ശ്യാംലാൽ KSനെ മികച്ച ക്യാമറാമാനായും തെരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ പാലസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനവും വിതരണവും നടന്നത്. കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തകരെയാണ് അവാർഡിനെ പരിഗണിച്ചത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് മൈജി സംഘടിപ്പിക്കുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ 2 ആദ്യ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. 1 കാർ, 5 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, 2 സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ എന്നിവ ലക്കി ഡ്രോ വിജയികളിലൂടെ തെരഞ്ഞെടുത്തു. ആദ്യ ദിവസത്തെ ലക്ഷാധിപതിയെയും പ്രഖ്യാപിച്ചു. 15 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് മൈജി നൽകുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് ഈ ക്യാമ്പയിൻ. മൈജി വക ഒരു ട്രിപ്പ് അടിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൈജി നൽകുന്ന ആർക്കാണ് കിട്ടിയിട്ടാണ് ഈ സംഭവം നടത്തുന്നത്. ട്രാൻസ്പെറൻസി, അതായത് ഇപ്പൊ നമ്മുടെ ഗീവയിലായപ്പോൾ നമ്മുടെ ഗീവയിൽ ഒരുപാട് പങ്കെടുക്കാൻ കാണുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണം മൈജിയുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ മൈജി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. 45 ദിവസം കൊണ്ട് 15 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിവിടെ 1 കാറ്, 2 ഇൻ്റർനാഷണൽ ട്രിപ്പ്, അതേപോലെ ഡൊമസ്റ്റിക് ട്രിപ്പ്, 5 ആക്റ്റീവ കാറുകളൊക്കെ നമ്മൾ ആദ്യത്തെ നറുക്കെടുപ്പായി ഇന്ന് കൊടുത്തിരിക്കുകയാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങളിതെല്ലാം കൊടുത്തിരിക്കുന്നത്. 45 ദിവസം കൊണ്ട് ഓരോ ദിവസവും 1 ലക്ഷം വീതം നമ്മൾ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ നിരവധി മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് വേണ്ടി കസ്റ്റമേഴ്സിന് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ കളക്ഷനാണ് മൈജിയിൽ ഒരുക്കുന്നത്. ഫിനാൻസ് സ്കീമുകൾ നമ്മുടെ കേരളത്തിലേക്ക് മാത്രമായി, മൈജിയുടെ കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് നിരവധി ഫിനാൻസ് സ്കീമുകളും ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താരംഭം അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടത്. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കാസർഗോഡ് കർക്കിടക സംക്രമ ചടങ്ങ് നടന്നത്. മറ്റ് തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത
വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനും ആയിട്ടാണ് കുട്ടിത്തെയ്യങ്ങൾ അരങ്ങേറുന്നത്. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. നൽകത്തായ സമുദായത്തിലെ കുട്ടികളാണ് ഗളിഞ്ചൻ തെയ്യം കെട്ടുന്നത്. എങ്കിലും നമ്മുടെ ഈ കൂലോത്തിൻ്റെ പണ്ട് കാലത്തിലെ ആചാരപരമായിട്ട് മടിയൻ കൂലോത്ത് 3 ദൈവങ്ങളും ആടിക്കുന്നത് ഈ സംക്രമ ദിവസങ്ങളിലാണ്. ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെയും ഏവരുടെയും ദുരിതങ്ങളും ഇതിലൊക്കെ മാറി ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷമാണ് 3 കുട്ടിത്തെയ്യങ്ങളും മടിയൻകൂലം ക്ഷേത്രനടയിൽ എത്തുന്നത്. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിയിച്ചു വെച്ച് വരവേൽക്കും. തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുകൾ വെക്കും. തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗം ഇല്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് ആടിമാസ തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്.